ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 2ലെ സെക്കൻഡ് ലെസണായിട്ട് ഒരു പോമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫോറിൻ ലാൻഡ്സ് എന്നുള്ളൊരു ഷോർട്ട് പോയമാണ്. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഡു യു റിമെമ്പർ ദ എക്സ്പീരിയൻസ് വെൻ യു ലുക്ക്ഡ് ഔട്ട് of your home to see the sights outside? Here is a poem about a child who tried to look out. Do you remember your experience when you looked out of your home to see the sights outside? നിങ്ങൾ മുറ്റത്തോട്ടിറങ്ങി നിങ്ങളുടെ വീട്ടിൻ്റെ പുറത്തോട്ടിറങ്ങി പുറത്തുള്ള കാര്യങ്ങൾ നോക്കി കാണുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നു. ഹിയർ ഈസ് എ പോം എബൌട്ട് എ ചൈൽഡ് ഹൂ ട്രൈ ടു ലുക്ക് ഔട്ട്. ഒരു കുട്ടി പുറത്തോട്ട് നോക്കി കാണുന്ന കാഴ്ചകളാണ് ഈ പോയമിൽ പറയണത്. അപ്പോൾ നമുക്ക് പോം വായിച്ചു തുടങ്ങാം. ഫോറിൻ ലാൻഡ്സ് ബൈ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. അപ്പോൾ ഫോറിൻ ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ രാജ്യം അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇവിടെ ഫോറിൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളെയാണ് അവൾ ഫോറിൻ ലാൻഡ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. Up into the cherry tree, who should climb but little me? I held the trunk with both my hands, and I looked abroad on foreign lands. I saw the next door garden lie, adorned with flowers before my eye, and many pleasant places more that I had never seen before. I saw the dimpling river pass, and the sky's blue-looking glass, the dusty roads go up and down, with people tramping into town. If I could find a higher tree farther and farther, I should see too where the grown-up river slips into the sea among the ships, to where the road on either hand lead onward into fairyland, where all the children dine at 5 and all the playing things come alive. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. അപ്പ് ഇൻ ടു ദ ചെറി ട്രീ ഹൂ ഷുഡ് ക്ലൈം ബട്ട് ലിറ്റിൽ മീ. ഞാനെന്താണ് ഒരു ചെറി ട്രീയുടെ മുകളിൽ കയറി. ഹൂ ഷുഡ് ക്ലൈം ബട്ട് ലിറ്റിൽ മീ എന്താണ് ഇവിടെ പറയുന്നത്? ഹൂ ഷുഡ് ക്ലൈം ബട്ട് ലിറ്റിൽ മീ. ഞാൻ ഒരു ചെറിയ കുട്ടിയല്ലാതെ ആരാണ് ഈ മരത്തിൻ്റെ മുകളിൽ കയറുക? ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ്. ട്രങ്ക് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രീയുടെ ചില്ലകളില്ലേ, അവൾ ആ മരത്തിൻ്റെ കൊമ്പിൽ 2 കൈകളും കൂടി നല്ലോണം പിടിച്ചിരിക്കുകയാണ്. ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, അവൾ ആ ചെറുമരത്തിൻ്റെ മുകളിൽ കയറിക്കുമ്പോൾ അവൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ദൂരേക്കുള്ള കാഴ്ചകൾ നോക്കിയെന്ന്. ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ അഡോൺഡ് വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ ഐ. ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് നുണ പറയുക അല്ലെങ്കിൽ കള്ളം പറയുക അല്ല കേട്ടോ. ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ. ഞാൻ അപ്പുറത്തുള്ള ഒരു പൂന്തോട്ടം കണ്ടു. അതായത് പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ പൂന്തോട്ടം ഇങ്ങനെ പരന്ന് കിടക്കുമല്ലോ, അത് കണ്ടു എന്നാണ് ലൈഡ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഡോൺഡ് വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ. എൻ്റെ കൺമുന്നിൽ എന്താണ് പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പൂന്തോട്ടം ഞാൻ കണ്ടു. അപ്പോൾ ഈ 2 സ്റ്റാൻസ് നമുക്ക് നോക്കാം. ആദ്യം എന്താണ്? ഞാനൊരു ചെറിയ മരത്തിൻ്റെ മുകളിൽ കയറി. ഞാനല്ലാതെ, ഒരു ചെറിയ കുട്ടിയല്ലാതെ വേറെ ആരാണ് മരത്തിൻ്റെ മുകളിൽ കയറുക? ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ്. ഞാൻ 2 കൈയും പിടിച്ച് കൊമ്പിൽ പിടിച്ചിരിക്കുകയാണ്. ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. ഞാൻ ദൂരെയുള്ള കാഴ്ചകൾ നോക്കിക്കാണുന്നു. ഞാൻ എന്ത് കണ്ടു? ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ. അടുത്തുള്ള പൂന്തോട്ടം കണ്ടു. അവിടെ എന്താണ്? എൻ്റെ കൺമുന്നിൽ പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പൂന്തോട്ടം ഞാൻ കണ്ടു. ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ് മോർ ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. അതേപോലെ ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞു. ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ് ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്, ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ. ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ എന്ന് പറഞ്ഞാൽ ചെറിയ ഓളങ്ങളോടുകൂടിയുള്ള, വലിയ നദിയല്ല, ഒരു ചെറിയ അല്ലെങ്കിൽ തിരമാലകളോടുള്ള ഒരു നദി പാസ് ചെയ്യണത്.
എന്താണ് ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പുഴ ഒരു നീല കണ്ണാടി പോലെ തോന്നിയെന്ന്. അതായത് സ്കൈയുടെ റിഫ്ലക്ഷൻ, നീലാകാശം നല്ലോണം പരന്ന് കിടക്കണില്ല, അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലിക്കുമ്പോൾ അത് പ്രകാശം പ്രതിഫലിക്കുമ്പോൾ പുഴ എന്താണ്? ഒരു നീല കണ്ണാടി പോലെ അവൾക്ക് തോന്നിയെന്ന്. ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ. എന്താണ് ഡസ്റ്റി റോഡ്? പൊടി നിറഞ്ഞ റോഡ്. ഗോ അപ്പ് ആൻഡ് ഡൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഉയർച്ചയും താഴ്ച, അതായത് കുണ്ടും കുഴിയും നിറഞ്ഞ ഉയർച്ചയും താഴ്ചയും നിറഞ്ഞ പൊടിപടലങ്ങളിലൂടെ റോട്ടിൽ കൂടി യാത്രക്കാരി അല്ലെങ്കിൽ ടൗണിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ട്രാമ്പിങ് അല്ലെങ്കിൽ നടന്നുകൊണ്ട് പോകുന്നത് കണ്ടു. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ ഫാർദർ ആൻഡ് ഫാർദർ ഐ ഷുഡ് സീ. എനിക്കിതിനേക്കാളും ഒരു ഉയരമുള്ള, ഇതിനേക്കാളും ചെറിയ മരത്തിനേക്കാളും കൂടുതൽ ഉയരമുള്ള ഒരു മരം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ദൂരെയുള്ള കാഴ്ചകൾ കാണാമായിരുന്നു. ടു വേർ ദ ഗ്രോൺ അപ്പ് റിവർ സ്ലിപ്സ് ഇൻ ടു ദ സീ എമംഗ് ദ ഷിപ്പ്. വലിയ നദി, ഗ്രോൺ അപ്പ് റിവർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ നദി കപ്പലുകൾക്കിടയിൽ കൂടി സീയിലോട്ട്, കടലിലോട്ട് ഒഴുകി ചേരുന്നിടം വരെ എനിക്ക് കാണാമായിരുന്നു. എനിക്കൊരു ഇതിനേക്കാളും വലിയ, ചെറിയ ട്രീനേക്കാളും വലിയൊരു മരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അതൊക്കെ കാണാമായിരുന്നു. To where the road on either hand lead onward into fairyland, where all the children dine at 5 and all the playing come alive. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റാൻസയിൽ അവൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇമാജിനേഷനാണ്. അവളൊരു ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ടു വേർ ദ റോഡ് ഓൺ എയ്തർ ഹാൻഡ് ലീഡ് ഓൺവേർഡ് ഇൻ ടു ഫെയറി ലാൻഡ്. ഇരുവശങ്ങളിലുള്ള റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഒരു ഫെയറി ലാൻഡിലായിരുന്നുവെങ്കിൽ, വേർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5, എല്ലാവരും 5 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന, 5 മണിക്ക് ഒത്തുകൂടുന്ന പിള്ളേരൊക്കെ, ആൻഡ് ഓൾ ദ പ്ലേ തിങ്സ് കം അലൈവ്, പ്ലേ തിങ്സ് സാധനങ്ങൾ, കളിക്കുന്ന സാധനങ്ങളൊക്കെ ജീവനോടെ വന്നിരുന്നെങ്കിൽ എന്ന് അവൾ ആശിക്കണേണ്. അതായത് അവളൊരു ഇമാജിൻ ചെയ്യണേണ്. അവളുടെ വീട്ടുമുറ്റത്ത് നിന്ന് നോക്കി, അല്ലെങ്കിൽ ചെറുമരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണണ്ടല്ലേ. അപ്പോൾ അവളൊരു ഇമാജിനറി വേൾഡ് സങ്കല്പിക്കണേണ്. ഈ വഴി ചെന്നെത്തുന്നത് ഒരു ഫെയറി ലാൻഡിലായിരുന്നെങ്കിൽ അവിടെ എന്താണ് 5 മണിക്ക് എല്ലാവരും കൂടി ഒത്തുകളിച്ച് ഭക്ഷണം കഴിക്കുന്നതും, പിന്നെന്താണ് എല്ലാ പ്ലേറ്റിങ്സും, എല്ലാ കളിക്കുന്ന സാധനങ്ങളൊക്കെ ജീവനുള്ളവയായി വരുന്നതൊക്കെ അവൾ ഇമാജിൻ ചെയ്യണേണ്. അപ്പോൾ ഇതിലെന്താണ്? ഒരു ഇമാജിനേഷനാണ് അല്ലേ? പ്രകൃതിയോടുള്ള സ്നേഹം, ലവ് ഫോർ നേച്ചറും, പിന്നെ ഒരു ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ഈ യൂണിറ്റിൻ്റെ നെയിം തന്നെ എന്താണ്? ഇമാജിനേഷൻ എന്നാണല്ലേ. അപ്പം ഇതിലൊരു ഇമാജിനറി ആണ് അവൾ ഇതൊക്കെ പറയണത്. ഓക്കെ, ഇത് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കുട്ടി ഒരു ചെറിയ മരത്തിൽ കയറിയിട്ട് കുറേ കാഴ്ചകൾ കാണുന്നു. അപ്പോൾ അവൾ എന്താണ് ഇതിനേക്കാളും ഒരു ഉയരമുള്ള മരം കിട്ടിയിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതലുള്ള ഒരു അത്ഭുതകരമായ കാഴ്ചകൾ അവൾക്ക് കാണാൻ പറ്റുമായിരുന്നു എന്ന് അവൾ ചിന്തിക്കണേണ്. അവിടെ ഒരു ക്യൂരിയോസിറ്റിയും ലവ് ഫോർ നേച്ചറും പിന്നെ ഇമാജിനേഷനും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടൊരു പോമാണിത്. ഷോർട്ടാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഒരു 5 സ്റ്റാൻസ് ഉണ്ട്. അതിൽ അവൾ കാണുന്ന കാഴ്ചകളൊക്കെ എന്തൊക്കെയാണ്? ആദ്യം അവൾ കാണുന്നത്? പൂന്തോട്ടം കാണുന്നു. അത് കഴിഞ്ഞിട്ട് ആകാശം, റിവർ കണ്ണാടി പോലെ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊടിപടലങ്ങൾ നിറഞ്ഞ റോട്ടിലൂടെ ആൾക്കാർ നടക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ അവൾ ഫെയറി ലാൻഡിലോട്ട് പോകണേണ് അല്ലേ. അവിടെ പിള്ളേരൊക്കെ 5 മണിക്ക് ഫുഡ് കഴിച്ച് എല്ലാവരും ഒത്തുകൂടുന്നതും, പിന്നെ പ്ലേ തിങ്സിന് ജീവനുള്ളതായി വരുന്നതൊക്കെ അവൾ സ്വപ്നം കാണുക, അല്ലെങ്കിൽ അവൾ ചിന്തിക്കണം അല്ലേ. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോവാം. എബൌട്ട് ദി ഓതർ Robert Louis Stevenson, 1850-1904, was a Scottish novelist, essayist, poet, and travel writer. He is best known for popular novels like Treasure Island, Strange Case of Dr. Jekyll and Mr. Hyde, and Kidnapped. He also published 4 collections of poems: A Child's Garden of Verses, Penny Whistles, Underwoods, and Ballads. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റ്, അതേപോലെ തന്നെ എസ്സേയിസ്റ്റും പോയറ്റും ട്രാവൽ റൈറ്ററും ആയിട്ടുള്ള റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ് കേട്ടോ.
ഇനി ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഡസ് ദ പോയം മീൻ ബൈ ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്? ഈ പോയറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? It means child looked out into distant unfamiliar places and landscapes from the high vantage point of the tree which seemed like strange new foreign hillside. എന്താണ് അപ്പോൾ ആ കുട്ടിക്ക് മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ പുതിയതും അതിൽ അപരിചിതമാണ് അല്ലേ? അപ്പോൾ അതാണ് അവൾക്ക് അതൊരു ന്യൂ ഫോറിൻ ലാൻഡ്സ് പോലെ തോന്നുന്നതെന്നാണ് പോയറ്റ് ഉദ്ദേശിക്കുന്നത്. ഹൗ വാസ് ദ ചൈൽഡ് ഏബിൾ ടു സീ പ്ലേസസ് നെവർ സീൻ ബിഫോർ? എങ്ങനെയാണ് ചൈൽഡിന് അവൾ കാണാത്ത സ്ഥലങ്ങൾ കാണാൻ സാധിച്ചത്? Child was able to see these new places by climbing up into the high branches of a cherry tree, which allowed them to look over the garden wall and see much further than usual. അപ്പോൾ എന്താണ്, അവൾ ചെറി ട്രീയുടെ മുകളിൽ കയറിയതുകൊണ്ടാണ് അവൾക്ക് ഇതൊക്കെ കാണാൻ കഴിഞ്ഞത് അല്ലേ? ട്രീയൊക്കെ ഗാർഡനൊക്കെ കാണാൻ കഴിഞ്ഞതും അതേപോലെ തന്നെ ദൂരെയുള്ള സ്ഥലങ്ങൾ അവൾ താഴെ നിന്ന് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ദൂരെയുള്ള സ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞത് എന്താണ്, ചെറി ട്രീയുടെ മുകളിൽ കയറിയിരുന്നത് കൊണ്ട്. വാട്ട് ഡിഡ് ദ ചൈൽഡ് സീ ഫ്രം ദ? എന്തൊക്കെ കാര്യങ്ങളാണ് അവൾക്ക് ട്രീയിൽ നിന്ന് നോക്കിയപ്പോൾ കാണാൻ പറ്റിയത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കുന്നത്? റിവറ്, ആദ്യം തന്നെ പൂന്തോട്ടം ഗാർഡൻ കണ്ട്, റിവർ കണ്ട്, അതേപോലെ തന്നെ ആൾക്കാർ നടക്കുന്നത് കണ്ട്, റോഡ് കണ്ട്, പിന്നെ ഫെയറി ലാൻഡ് അവൾ ഇമാജിൻ ചെയ്തത് അല്ലേ? Why does the poet say that the river is the sky's blues looking glass? എന്തുകൊണ്ടാണ് റിവർ നീലാകാശത്തിൻ്റെ കണ്ണാടി പോലെ ഇരിക്കുന്നതെന്ന് പോയറ്റ് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ എന്താണ്, പുഴയിൽ ആകാശത്തിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ അതൊരു നീല കണ്ണാടി പോലെ ആ കുട്ടിക്ക് തോന്നി, പോയറ്റിന് തോന്നി അല്ലേ? ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഗ്രോൺ അപ്പ് റിവർ? ഗ്രോൺ അപ്പ് റിവറിന് ഉദ്ദേശിച്ചത് എന്താണ്? എ ഗ്രോൺ അപ്പ് റിവർ refers to a river that has grown bigger, wider and deeper as it flows onward, eventually merging into the ocean where large ships sail. അപ്പോൾ എന്താണ്, ഗ്രോൺ ബിഗ്ഗർ വലുതായിരിക്കും, അതേപോലെ തന്നെ നല്ല വീതിയുള്ളതും പിന്നെ ആഴേറിയതൊക്കെ ആയിരിക്കും. ആസ് ഇറ്റ് ഫ്ലോസ് ഓൺവേഴ്സ്, നേരെ ഒഴുകി അതെന്താണ്, കടലിൽ ഷിപ്പൊക്കെ പോണ കടലിൽ ഒഴുകി ചേർന്നതാണ്. അതുകൊണ്ടാണ് എന്താണ് ഗ്രോൺ അപ്പ് റിവറിന് റെഫർ ചെയ്തത്. ഹൗ വുഡ് ദ ചൈൽഡ് ബി ഏബിൾ ടു സീ ദ സീ ആൻഡ് ഷിപ്സ്? എങ്ങനെയാണ് കുട്ടിക്ക് സീ ആൻഡ് ഷിപ്സ്, കടലും കപ്പലൊക്കെ കാണാൻ കഴിഞ്ഞത്? വാട്ട് ഡസ് ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് ദ ഫെയറി ലാൻഡ്? ഫെയറി ലാൻഡിൽ നിന്ന് എന്തൊക്കെയാണ് ചൈൽഡ് എക്സ്പെക്റ്റ് ചെയ്തത്? The child expects to find a place where the roads lead to a magical land where children dine at 5 o'clock and all the playthings come alive. എല്ലാവരും കൂടി ഇരുന്ന് 5 മണിക്ക് ഫുഡ് കഴിക്കുന്നതും പിന്നെ എന്താണ് കളിപ്പാട്ടങ്ങളൊക്കെ ജീവനോടെ വരുന്നതും അവൾ എക്സ്പെക്റ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് വൺ. വെൻ ഡു പ്ലേ തിങ്സ് കം അലൈവ്? എവിടെ നിന്നാണ് പ്ലേ തിങ്സ് കളിപ്പാട്ടങ്ങളൊക്കെ ജീവനോടെ വരുന്നത്? ഫ്രം ഫെയറി ലാൻഡ്. അത് എഴുതിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് എടുക്കാം. ഫസ്റ്റിൽ ദ ചൈൽഡ് എൻജോയ് ദ സൈറ്റ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ട്രീ. ഗീവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ദ ചൈൽഡ് സീസ്. അത് നമുക്ക് പോമിലുള്ളത് തന്നെയാണ്, നമുക്ക് അത് ഡിസ്ക്രൈബ് ചെയ്തൊന്ന് എഴുതിയാൽ മതി. ചൈൽഡ് ചെറിയ ട്രീയിൽ നിന്ന് കുറേ സൈറ്റ്സൊക്കെ കാഴ്ചകൾ എൻജോയ് ചെയ്തില്ല, അത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കണം. ആ പോമിലെ ലൈൻസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയാൽ മതി. From the top of the cherry tree, the child sees a beautiful sprawling view. They see the neighboring garden decorated with flowers, a clear river reflecting the blue sky, and a dusty road winding along with people walking on it. Looking even further ahead, the child imagines the river flowing into the ocean with ships and the roads leading into a magical fairyland where toys come to life. ഈ ആക്ടിവിറ്റിയിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹാവ് യു എവർ ട്രൈഡ് ടു ലുക്ക് ഔട്ട് ഇൻ ദ സ്ട്രീറ്റ് ഫ്രം എ ട്രീ ഓർ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്
ഇഫ് യു ഹാവ് വാട്ട് ഡിഡ് യു സീ, ഇഫ് യു ഹാവിൻറ്റ് വാട്ട് ഡു യു എക്സ്പെക്റ്റ് ടു സീ. നിങ്ങൾ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നോ കാഴ്ചകൾ കാണാനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന്. അപ്പം നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് എഴുതുന്നതാണ്. നിങ്ങൾക്കിത് മാറ്റി എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട കാഴ്ചകൾ നമുക്കിത് എഴുതാം കേട്ടോ. Yes, I have looked out into the street from the balcony of a tall building. I saw tiny cars driving by, people looking like small dots walking on the sidewalk, and the tops of trees and other buildings stretching far out into the horizon. It made the busy world look peaceful and small. അപ്പോൾ എന്താണ്, മുകളിൽ നിന്ന് ഞാൻ ഒരു നോക്കിയപ്പോൾ ബാൽക്കണിയിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ടോൾ ബിൽഡിങ്ങിൻ്റെ ബാൽക്കണിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ടൈനി കാർസ് ഡ്രൈവിംഗ് ബൈ പീപ്പിൾ ലുക്കിംഗ് ലൈക്ക് സ്മോൾ ഡോട്ട്സ്. എന്താണ്, കുഞ്ഞി കാറ് പോണത്, അതായത് എന്താണ് ഒരു പൊട്ട് പോലെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റിയിരുന്നു. അതേപോലെ അതിൽ കൂടി നടന്നു പോകുന്ന ആൾക്കാരെയൊക്കെ ഒരു പൊടി പോലെയാണ് തോന്നിയത്. പിന്നെ ട്രീയും ബിൽഡിങ്സൊക്കെ എന്താണ് സ്ട്രെച്ച് ചെയ്ത് നിൽക്കണ പോലെ, ഹൊറൈസണായിട്ട് നിൽക്കണ പോലെ തോന്നി. പിന്നെ ഇറ്റ് മെയ്ഡ് ദ ബിസി വേൾഡ് ലുക്ക് പീസ്ഫുൾ ആൻഡ് സ്മോൾ. അത് കണ്ടപ്പോൾ എന്താണ്, ഇത്രയും തിരക്കുള്ള സ്ഥലം അത് ഭയങ്കര പീസ്ഫുള്ളും ചെറുതുമായിട്ട് തോന്നി. ഇനി രണ്ടാമത്തത്, ലുക്ക് അറ്റ് ദ ഫോളോവിങ് ലൈൻസ് ഫ്രം ദ പോം. Up into the cherry tree, who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. The words tree and me end with the same sound. ട്രീയും മീയും എന്താണ്, സെയിം സൗണ്ടിലാണല്ലേ അവസാനിക്കുന്നത്. അതേപോലെ തന്നെ സിമിലർലി ഹാൻഡ്സ് ആൻഡ് ലാൻഡ്സ് എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. ദേ ആർ റൈമിങ് വേർഡ്സ്. ഹാൻഡ്സും ലാൻഡ്സും അവസാനിക്കുന്നുണ്ട് എസ്, മറ്റേതിൽ നോക്കിയ ഇ. അപ്പോൾ ലാസ്റ്റ് സൗണ്ട് വന്നത് കണ്ടോ. അപ്പോൾ അങ്ങനെ അവസാനിക്കണ സൗണ്ട്സിന് എന്താണ് നമ്മൾ പറയണതാണ് റൈമിങ് വേർഡ്സ്. റൈം മീൻസ് ദ റെപ്പറ്റീഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഡിഫറെൻറ്റ് ലൈൻസ് ഇൻ എ പോയം. പോമിലെ ഡിഫറെൻറ്റ് ലൈനിൽ ഒരേ ശബ്ദത്തിൽ അവസാനിക്കണ വേർഡ്സിനെയാണ് അല്ലെങ്കിൽ സൗണ്ട്സിനെയാണ് നമ്മൾ റൈം എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദ എബോവ് സ്റ്റാൻസ അഗെയിൻ. അപ്പ് ഇൻ ടു ദ ചെറി ട്രീ, ഹൂ ഷുഡ് ക്ലൈംബ് ബട്ട് ലിറ്റിൽ മീ. അവിടെ ബി എന്ന് പറഞ്ഞിട്ടില്ല, അതിനെയാണ് നമ്മൾ റൈമിങ് സ്കീം എന്ന് പറയുന്നത്. The last words of the first two lines end with the same sound, tree me, which is marked A. The third and fourth line end with the words hands and lands. They have the same ending sound which is different from A, so they are marked B. The rhyme scheme of the poem is AABB. Rhyme scheme is the pattern of rhymes in a poem. The last words of the first two lines, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാൻസയിൽ 2 ലൈൻ അവസാനിക്കുന്നത് എന്താണ്, ട്രീ മീ എന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്ത് എ എന്ന് മാർക്ക് ചെയ്ത്. അതേപോലെ ലാൻഡ്സും ഹാൻഡ്സും ഒരേ സൗണ്ടിലാണ് എൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്ത് ബി എന്ന് മാർക്ക് ചെയ്ത്. ദേ ഹാവ് ദ സെയിം എൻഡിങ് സൗണ്ട് വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ബി അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മളെന്താണ് ഈ റൈമിങ് സ്കീം എന്ന് പറയണം. അപ്പോൾ the rhyme scheme of the poem in AABB. Okay. I saw the next door garden lie adorned with flowers before my eye and many pleasant places more that I had never seen before. അപ്പോൾ ഇവിടെ ലൈ ഐ വന്നേക്കണുണ്ട്. അപ്പോൾ അത് എയും മോർ ബിഫോർ അപ്പോൾ അത് എന്താണ് വേറെ അല്ലേ. അപ്പോൾ ഇത് ബിയും. ഇതപ്പോൾ റൈമിങ് സ്കീം ഏതാണ്, AABB. ഓക്കെ. ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് ദ സെയിം വവൽ സൗണ്ട് ഈസ് റിപ്പീറ്റഡ് ഇൻ ദ വേർഡ്സ് അബ്രോഡ് ആൻഡ് ഫോറിൻ. ഇറ്റ് ക്രിയേറ്റ്സ് ആൻ അസൊണൻസ്. ദ സെയിം വവൽ സൗണ്ട് ഈസ് റിപ്പീറ്റഡ് ഇൻ ദ വേർഡ്സ്. ഈ വേർഡ്സിൽ സെയിം വവൽ സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും, അസൊണൻസ്. അത് ക്രിയേറ്റ് ചെയ്യണ എന്താണ്, അസൊണൻസ്. ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്.
Repetition of vowel sounds in a line is called assonance. വവൽ സൗണ്ട്സ് ഒരു ലൈനിൽ തന്നെ വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് അസോണൻസ് എന്ന് പറയും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വവൽ റൈം. അതിനെന്താണ് വവൽ റൈം എന്നും പറയാറുണ്ടെന്ന്. ഫൈൻഡ് ഔട്ട് അതർ എക്സാമ്പിൾസ് ഫോർ അസോണൻസ് ഫ്രം ദ പോം. ഫർദർ ആൻഡ് ഫർദർ, ഐ ഷുഡ് സി. വവൽ സൗണ്ട് ഏതാണ്? ദ ലോങ് സൗണ്ട് ഇല്ലേ, ഫർദർ ആൻഡ് ഫർദർ. അപ്പോൾ അവിടെ അസോണൻസ് തന്നെ ഏതാണ്? ഫർദർ ആൻഡ് ഫർദർ. ടു വേർ ദ ഗ്രോൺ അപ്പ് റിവർ സ്ലീപ്സ്. വവൽ സൗണ്ട് അവിടെ ഒന്നാണ് ദ ടു റിപ്പീറ്റഡ് ഇൻ റിവറും സ്ലീപ്സും. സ്ലീ കേട്ടാ, ഐ വന്നുണ്ട്, ഷോർട്ട് ഐ വന്നുണ്ട്. ഓക്കെ. വേർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5. വവൽ സൗണ്ട് തന്നെ എന്താണ്? ഐ വരുന്നുണ്ട്. 5 ഡൈൻ, ഡൈ 5 കണ്ട അവിടെ വന്നില്ലേ, ഡൈ 5 അവിടെ ഇത് വന്നുണ്ട്. അതുപോലെ തന്നെ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. അവിടെ ഡസ്റ്റി പിന്നെന്താണ് പറഞ്ഞത്? Look at the following lines and many pleasant places more that I had never seen before. The words pleasant and places alliterate. The pleasant and play കണ്ട PA അത് തന്നെ. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഓഫ് alliteration ഫ്രം ദ ഫോളോവിങ് സ്റ്റാൻസസ്. ഇന്ന് കൂടുതൽ അലിട്രേഷൻ സൗണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ റീഡ് ചെയ്യേണ്ടല്ലോ, ഇത് നമ്മുടെ ആ പോം തന്നെയാണ്. ഇതിന് നമ്മൾ കണ്ടുപിടിക്കാം. ഡസ്റ്റി ആൻഡ് ഡൗൺ, ട്രാമ്പിങ് ആൻഡ് ഡൗൺ, ഫർദർ ആൻഡ് ഫർദർ, സീ ആൻഡ് ഷിപ്സ്. ഓക്കെ, ഇതൊക്കെയാണ് അലിട്രേഷൻ ഈ സ്റ്റാൻസിനുള്ളത്. നമ്മുടെ ഈ ലെസണും ഈ പോം നമ്മുടെ കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.